ബിഗ് ബോസ് മലയാളം സീസൺ 4ന്റെ വോട്ടിംഗ് തുടങ്ങി 24 മണിക്കൂറുകൾ പോലും തികഞ്ഞില്ല. എന്നാൽ വോട്ടുകളുടെ കാര്യത്തിൽ റോബിന്റെ തേരോട്ടം തന്നെയെന്ന് പറയാം. ഇന്ന് വൈകിട്ട് 7:30 വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് ഓഷ്യാനിക് മീഡിയ പുറത്തുവിടുന്നത്. 7,21,432 വോട്ടുകളുമായി റോബിൻ തന്നെ തൊടാനൊക്കില്ല എന്ന ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കുതിച്ചുപായുകയാണ്. രണ്ടാം സ്ഥാനത്ത് 5,10,742 വോട്ടുകളുമായി ബ്ലെസ്ലി നിലയുറപ്പിച്ചിട്ടുണ്ട്. ആദ്യം കണ്ടുവന്ന ഒരു മുന്നേറ്റം ബ്ലെസ്ലിക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഈ ആഴ്ചയിൽ നടന്ന നോമിനേഷനിൽ സുചിത്രയെ സേവ് ആക്കിയതിൽ പലർക്കും അനിഷ്ടം കാണുമെന്ന് വേണം കരുതാൻ. എന്നാൽ മൂന്നാം സ്ഥാനത്തേക്ക് ധന്യയും ദിൽഷയും പിന്തള്ളി ലക്ഷ്മിപ്രിയ 4,85,632 വോട്ടുകളുമായി കയറി വന്നിരിക്കുകയാണ്. ഉച്ചവരെ ഒന്ന് പതുങ്ങി നിന്ന ശേഷം വൻ കുതിപ്പ് തന്നെയാണ് ലക്ഷ്മിപ്രിയ നടത്തിയിരിക്കുന്നത്. 4,80,242 വോട്ടുകളുമായി ദിൽഷ 4ാം സ്ഥാനത്ത് തുടരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ലക്ഷ്മിപ്രിയയെ പിന്തള്ളി 3ാം സ്ഥാനം കൈക്കലാക്കിയേക്കാം. അടുത്തത് 3,99,848 വോട്ടുകളുമായി അപർണയാണ് 5ാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നത്. ആദ്യ മണിക്കൂറുകളിൽ വളരെ പിന്നിലായിരുന്ന അപർണ നല്ലൊരു തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. ആദ്യ 12 മണിക്കൂറിൽ 4ാം സ്ഥാനത്ത് നിന്നിരുന്ന ധന്യ 3,87,574 വോട്ടുകളുമായി 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ജാസ്മിൻ, നിമിഷ, അതുപോലെ തന്നെ റോൺസൺ എന്നിവരുടെ പ്രേക്ഷകർ അപർണയ്ക്ക് വോട്ട് ചെയ്തു എന്ന് വേണം ഈ ഒരു വോട്ടിംഗ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ. എന്നിരുന്നാലും 3ഉം 4ഉം 5ഉം 6 സ്ഥാനങ്ങളിൽ ഇനിയും വരും മണിക്കൂറുകളിൽ വൻ അട്ടിമറി തന്നെ ഉണ്ടായേക്കാം. അടുത്തത് വിനയ് മാധവാണ്. 2,32,742 വോട്ടുകളുമായി വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. മറ്റു മത്സരാർത്ഥികൾക്ക് ഒരു ഭീഷണിയാകാൻ ഇതുവരെയും വിനയ്ക്ക് സാധിച്ചിട്ടില്ല. വന്നിട്ട് ഒരാഴ്ച മാത്രമായ വിനയ്ക്കൊരു സപ്പോർട്ടൊന്നും പ്രേക്ഷകരുടെ ഇടയിൽ വന്നു തുടങ്ങിയിട്ടില്ല എന്ന് വേണം കരുതാൻ. ബിഗ് ബോസ് ഹൗസിൽ ഇനിയുള്ള ദിവസങ്ങളിലുള്ള പെർഫോമൻസ് ആയിരിക്കും വിനയ് മാധവന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ പല അട്ടിമറികളും നടക്കുമെന്ന് കരുതാം. ബിഗ് ബോസ് മലയാളം സീസൺ 4ന്റെ പുതിയ വോട്ടിംഗ് റിസൾട്ട് അപ്പോൾ തന്നെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക.